നമസ്കാരം. ഇന്ത്യയിലെ വിപ്ലവ സംഘടനകൾ. അനുശീലൻ സമിതി. സ്ഥാപനം 1902. സ്ഥലം കൊൽക്കത്ത, ബംഗാൾ. സ്ഥാപകർ അല്ലെങ്കിൽ നേതാക്കൾ പ്രഫുല്ല ചാക്കി, ബാരീന്ദ്രകുമാർ ഘോഷ്, അരവിന്ദ ഘോഷ്. ലക്ഷ്യം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആയുധ വിപ്ലവം. പ്രത്യേകത ഇന്ത്യയിലെ ആദ്യ സംഘടിത വിപ്ലവ സംഘടനകളിൽ ഒന്ന്. യുവാക്കളെ സൈനിക പരിശീലനം നൽകി. ജുഗാന്തർ. സ്ഥാപനം 1906. സ്ഥലം ബംഗാൾ. നേതാക്കൾ ബാരീന്ദ്രകുമാർ ഘോഷ്. പ്രസിദ്ധീകരണം ജുഗാന്തർ പത്രം. ലക്ഷ്യം ആയുധ സമരത്തിലൂടെ സ്വാതന്ത്ര്യം. പ്രത്യേകത അനുശീലൻ സമിതിയിൽ നിന്നും വേർപെട്ട സംഘടന. അഭിനവ ഭാരത് 1904. സ്ഥലം നാസിക്, മഹാരാഷ്ട്ര. സ്ഥാപകൻ വി ഡി സാവർക്കർ. ലക്ഷ്യം വിദേശ ഭരണത്തെ ആയുധബലത്തിലൂടെ അവസാനിപ്പിക്കുക. പ്രത്യേകത ഇറ്റാലിയൻ വിപ്ലവ സംഘടനകളിൽ നിന്നുള്ള പ്രചോദനം. ഗദർ പാർട്ടി. സ്ഥാപനം 1913. സ്ഥലം സാൻ ഫ്രാൻസിസ്കോ, USA. നേതാവ് ലാൽ ഹർദയാൽ. പത്രം ഗദർ. ലക്ഷ്യം വിദേശത്തുള്ള ഇന്ത്യൻ തൊഴിലാളികളെ കൂട്ടി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വിപ്ലവം. പ്രത്യേകത പ്രവാസി ഇന്ത്യക്കാർ രൂപീകരിച്ച സംഘടന. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA. സ്ഥാപനം 1924. സ്ഥലം കാൺപൂർ. നേതാക്കൾ രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫുള്ള ഖാൻ, ചന്ദ്രശേഖർ ആസാദ്. ലക്ഷ്യം ഇന്ത്യയെ റിപ്പബ്ലിക്കാക്കുക. പ്രധാന സംഭവം കാക്കോരി ട്രെയിൻ കവർച്ച 1925. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA. രൂപീകരണം 1928. നേതാക്കൾ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ്, രാജ്ഗുരു. ലക്ഷ്യം സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. പ്രധാന പ്രവർത്തനങ്ങൾ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു 1929. നവജവാൻ ഭാരത് സഭ 1926. സ്ഥാപകൻ ഭഗത് സിംഗ്. ലക്ഷ്യം യുവാക്കളിൽ ദേശീയബോധം വളർത്തുക. പ്രത്യേകത HSRAയുടെ ആശയപ്രചാരക സംഘടന. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഉത്തരേന്ത്യ. ലക്ഷ്യം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വിപ്ലവം. പ്രത്യേകത പല ചെറിയ വിപ്ലവ ഗ്രൂപ്പുകളുടെ കൂട്ടായ്മ. ബെർലിൻ കമ്മിറ്റി, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി എന്നും 1914. സ്ഥലം ജർമ്മനി. നേതാവ് വീരേന്ദ്രനാഥ് ചട്ടോപാധ്യ. ലക്ഷ്യം ജർമ്മൻ സഹായത്തോടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം. ഇന്തോ ജർമ്മൻ കോൺസ്പിറസി. കാലഘട്ടം 1914 മുതൽ 1915. ലക്ഷ്യം ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് തന്ത്രങ്ങൾ ഉപയോഗിച്ച് ബ്രിട്ടീഷിനെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക. ബന്ധപ്പെട്ട സംഘടന ഗദർ പാർട്ടി. ബംഗാൾ അനുശീലൻ സമിതി, ജുഗാന്തർ. മഹാരാഷ്ട്ര അഭിനവ് ഭാരത്, USA ഗദർ പാർട്ടി. കാക്കോരി HRA, സോഷ്യലിസം HSRA. 1857 ശേഷം ഇന്ത്യയിൽ നടന്ന ആദ്യ രാഷ്ട്രീയ കൊലപാതകം എന്ന് കരുതുന്നത് WC റാൻഡ് വധം. 1857 ശേഷം ഇന്ത്യയിൽ നടന്ന ആദ്യ രാഷ്ട്രീയ കൊലപാതകം എന്ന് കരുതുന്നത് WC റാൻഡ് വധം. 1896 ചപ്പേക്കർ സഹോദരങ്ങൾ സ്ഥാപിച്ച പ്രസ്ഥാനം വ്യായാം മണ്ഡൽ. 1896 ചപ്പേക്കർ സഹോദരങ്ങൾ സ്ഥാപിച്ച പ്രസ്ഥാനം വ്യായാം മണ്ഡൽ. 1899 സവർക്കർ സഹോദരങ്ങൾ നാസിക്കിൽ ആരംഭിച്ച സംഘടന മിത്രമേള. 1899 സവർക്കർ സഹോദരങ്ങൾ നാസിക്കിൽ ആരംഭിച്ച സംഘടന മിത്രമേള. VD സവർക്കർ 1904 ആരംഭിച്ച വിപ്ലവ സംഘടന അഭിനവ ഭാരത്. ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയെല്ലാം ഊർജവും പ്രേരണയുമായ അനുശീലൻ സമിതി എന്ന വിപ്ലവ സംഘടന 1902 സ്ഥാപിച്ചതാര്? പ്രേമനാഥ് മിത്ര, കൊൽക്കത്തയിൽ. അലിപ്പൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന അനുശീലൻ സമിതി. അലിപ്പൂർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന അനുശീലൻ സമിതി. 1905 ബംഗാൾ വിഭജന കാലത്ത് സ്വദേശി ബാന്ധവ സമിതി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അശ്വിനി കുമാർ ദത്ത. 1905 ബംഗാൾ വിഭജന കാലത്ത് സ്വദേശി ബാന്ധവ സമിതി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അശ്വിനി കുമാർ ദത്ത. 1905 ലണ്ടനിൽ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് ആര്? ശ്വാംജി കൃഷ്ണവർമ്മ. 1905 ലണ്ടനിൽ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? ശ്വാംജി കൃഷ്ണവർമ്മ. ശ്വാംജി കൃഷ്ണവർമ്മ ആരംഭിച്ച ജേണൽ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. 1907 യുഗാന്തർ എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് അരവിന്ദ ഘോഷ്, ബരീന്ദ്ര ഘോഷ്. 1907 പഞ്ചാബിൽ ഭാരതമാതാ സൊസൈറ്റി സ്ഥാപിച്ചത് സർദാർ അജിത് സിംഗ്. 1907 പഞ്ചാബിൽ ഭാരതമാതാ സൊസൈറ്റി സ്ഥാപിച്ചത് സർദാർ അജിത് സിംഗ്. 1947 ഓഗസ്റ്റ് 15 മരണപ്പെട്ട വിപ്ലവകാരി
സർദാർ അജിത് സിംഗ്. 1947 ഓഗസ്റ്റ് 15 മരണപ്പെട്ട വിപ്ലവകാരി സർദാർ അജിത് സിംഗ്. ഓഗസ്റ്റ് 15 ജന്മദിനമായുള്ള വിപ്ലവകാരി അരബിന്ദോ ഘോഷ്. ഓഗസ്റ്റ് 15 ജന്മദിനമായുള്ള വിപ്ലവകാരി അരബിന്ദോ ഘോഷ്. ഇംഗ്ലണ്ടിൽ താമരയും ഖടാരയും എന്ന വിപ്ലവ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിപ്ലവകാരി അരബിന്ദോ ഘോഷ്. ഇംഗ്ലണ്ടിൽ താമരയും ഖടാരയും എന്ന വിപ്ലവ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിപ്ലവകാരി അരബിന്ദോ ഘോഷ്. വിപ്ലവ പ്രവർത്തനത്തിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത വിപ്ലവകാരി അരബിന്ദോ ഘോഷ്. വിപ്ലവ പ്രവർത്തനത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത വിപ്ലവകാരി അരബിന്ദോ ഘോഷ്. ഗദ്ദർ പാർട്ടി 1913 സ്ഥാപിച്ചതെവിടെ? സാൻ ഫ്രാൻസിസ്കോ. ലാല ഹർദയാൽ. ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ ഓഫ് പസഫിക് കോസ്റ്റ് എന്ന വിപ്ലവ സംഘടനയുടെ മറ്റൊരു പേര് ഗദ്ദർ പാർട്ടി. ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ ഓഫ് പസഫിക് കോസ്റ്റ് എന്ന വിപ്ലവ സംഘടനയുടെ മറ്റൊരു പേര് ഗദ്ദർ പാർട്ടി. 1924 കാൺപൂരിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA എന്ന സംഘടന സ്ഥാപിച്ചത് സചീന്ദ്ര സന്യാൽ. 1924 കാൺപൂരിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് സചീന്ദ്ര സന്യാൽ. കക്കോരി ട്രെയിൻ കവർച്ച കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവ സംഘടന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. കക്കോരി ട്രെയിൻ കവർച്ച കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവ സംഘടന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. 1928 ഡൽഹി ആസ്ഥാനമാക്കി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ചന്ദ്രശേഖർ ആസാദ്. ബൽരാജ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു. വൈ ഐ ആം എ ഏത്തിസ്റ്റ് എന്ന കൃതി രചിച്ചത് ഭഗത് സിംഗ്. HSRA എന്ന സംഘടനയിലെ അംഗമാണ് ഭഗത് സിംഗ്. എന്റെ പേര് ആസാദ്, എന്റെ വീട് ജയിൽ. വിചാരണ ചെയ്ത മജിസ്ട്രേറ്റിന് മുന്നിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ചന്ദ്രശേഖർ ആസാദ്. ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന HSRA. സാൻഡേഴ്സ് വധത്തിൽ ഭഗത് സിംഗിനോടൊപ്പം ഉണ്ടായിരുന്ന വിപ്ലവകാരി രാജ്ഗുരു. സാൻഡേഴ്സ് വധത്തിൽ ഭഗത് സിംഗിനോടൊപ്പം ഉണ്ടായിരുന്ന വിപ്ലവകാരി രാജ്ഗുരു. 1929 ഡൽഹി അസംബ്ലി മന്ദിരത്തിൽ ഭഗത് സിംഗ് ബോംബ് എറിഞ്ഞപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വിപ്ലവകാരി ബതുകേശ്വർ ദത്ത്. ജയിലിലെ തടവുകാരുടെ മോശമായ സാഹചര്യങ്ങളിൽ പ്രതിഷേധിച്ച് ലാഹോർ സെൻട്രൽ ജയിലിൽ 63 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് മരണപ്പെട്ട വിപ്ലവകാരി ജതിൻ ദാസ്. HSRA പ്രവർത്തകൻ. 1931 മാർച്ച് 23 ലാഹോർ ഗൂഢാലോചന കേസിൽ തൂക്കിലേറ്റപ്പെട്ടത് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. 1931 മാർച്ച് 23 ലാഹോർ ഗൂഢാലോചന കേസിൽ തൂക്കിലേറ്റപ്പെട്ടത് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. 1931 ഫെബ്രുവരി 27 പോലീസ് പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോൾ ആത്മഹത്യ ചെയ്ത വിപ്ലവകാരി ചന്ദ്രശേഖർ ആസാദ്. 1931 ഫെബ്രുവരി 27 പോലീസ് പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോൾ ആത്മഹത്യ ചെയ്ത വിപ്ലവകാരി ചന്ദ്രശേഖർ ആസാദ്. ചിറ്റഗോംഗ് ആയുധ കവർച്ചയുമായി ബന്ധപ്പെട്ടിരുന്ന വിപ്ലവ സംഘടന ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി IRA. ചിറ്റഗോംഗ് ആയുധ കവർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവ സംഘടന ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി IRA. 1930 IRA സ്ഥാപിച്ചത് സൂര്യ സെൻ, മാസ്റ്റർ ദ എന്നറിയപ്പെടുന്നു. കാസ്റ്റൺ ഹാൾ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവകാരി ഉദ്ധം സിംഗ്. കാസ്റ്റൺ ഹാൾ സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവകാരി ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ് പോലീസ് കസ്റ്റഡിയിൽ സ്വയം സ്വീകരിച്ച പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ്. ഉദ്ധം സിംഗ് പോലീസ് കസ്റ്റഡിയിൽ സ്വയം സ്വീകരിച്ച പേര് റാം മുഹമ്മദ് സിംഗ് ആസാദ്. വന്ദേ മാതരം 1905 പ്രസിദ്ധീകരിച്ചത് അരബിന്ദോ ഘോഷ്. വന്ദേ മാതരം പ്രസിദ്ധീകരിച്ചത് അരബിന്ദോ ഘോഷ്. 1909 പാരീസിൽ നിന്ന് വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് മാഡം ഭിക്കാജി കാമ. 1909 പാരീസിൽ നിന്ന് വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത് മാഡം ഭിക്കാജി കാമ. 1907 കാനഡയിൽ വാൻകൂവറിൽ നിന്ന് ഫ്രീ ഹിന്ദുസ്ഥാൻ എന്ന പത്രം ആരംഭിച്ചത് താരകാന്ത ദാസ്. 1907 കാനഡയിൽ വാൻകൂവറിൽ നിന്ന് ഫ്രീ ഹിന്ദുസ്ഥാൻ എന്ന പത്രം ആരംഭിച്ചത് താരകാന്ത ദാസ്. ജർമ്മനിയിലെ ബെർലിനിൽ നിന്ന് തൽവാർ 1910 എന്ന ജേണൽ പ്രസിദ്ധീകരിച്ചത് വീരേന്ദ്രനാഥ് ചതോപാധ്യായ. ജർമ്മനിയിലെ ബെർലിനിൽ നിന്ന് തൽവാർ എന്ന ജേണൽ പ്രസിദ്ധീകരിച്ചത് വീരേന്ദ്രനാഥ് ചതോപാധ്യായ. വിപ്ലവ സംഘടനകൾ ചിറ്റഗോംഗ് ഗൂഢാലോചന കേസ് IRA സൂര്യ സെൻ, കക്കോരി ട്രെയിൻ കവർച്ച കേസ് HRA സചീന്ദ്ര സന്യാൽ, ലാഹോർ ഗൂഢാലോചന കേസ് HSRA, അലിപ്പൂർ ഗൂഢാലോചന അനുശീലൻ സമിതി. WC റാൻഡ് വധം ചപ്പേക്കർ സഹോദരങ്ങൾ. സാൻഡേഴ്സൺ വധം ഭഗത് സിംഗ്. കാസ്റ്റൺ ഹാൾ സംഭവം ഉദ്ധം സിംഗ്. മിത്രമേള VD സവർക്കർ. യുഗാന്തർ അരബിന്ദോ ഘോഷ്. താങ്ക് യു.